ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഷൂട്ട് ചെയ്ത വീഡിയോ രേവതിയുടെ അനിയത്തി കൊണ്ടുവന്ന് രേവതിയുടെ അമ്മയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആ വീഡിയോ ഇങ്ങനെ കാണിക്കുകയാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ കുടിച്ചെന്ന് പറഞ്ഞൊരു വീഡിയോ വൈറലായാലോ, അതാരോ എഡിറ്റ് ചെയ്ത് ഇട്ടതാണ്, എൻ്റെ ഒരു ശത്രു അങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ആ CCTV ദൃശ്യങ്ങളെല്ലാം കാണിക്കുകയാണ്. അത് കാണുമ്പോഴത്തേന് ഇവർക്കെല്ലാം ഭയങ്കര സങ്കടമാകുന്നുണ്ട്. ശരത്തും അപ്പോൾ അങ്ങോട്ട് വന്ന് ഇതെല്ലാം കേൾക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശരത്തൊന്നും മിണ്ടുന്നൊന്നുമില്ല. അന്നേരത്തേന് രേവതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ സമാധാനമായല്ലോ, കണ്ടില്ലേ അവനൊരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ആൻ്റണി ചെയ്ത പണിയല്ലായിരുന്നു ഇതെന്നൊക്കെ ചോദിക്കും. അന്നേരം ശരത്തൊന്നും മിണ്ടാതെ അങ്ങ് നിൽക്കുകയാണ്. സച്ചിയുടെ അച്ഛൻ ഈ സമയത്ത് പുറത്ത് പോയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് കൂട്ടുകാരനായ അശോകൻ വിളിക്കുന്നുണ്ട്. അന്നേരം ഈ വീഡിയോ അദ്ദേഹം കണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ട്, കാണാൻ പറയും. അന്നേരത്തേന് തന്നെ ആ വീഡിയോ എടുത്ത് കാണുന്നുണ്ട് രവിയേട്ടൻ. അന്നേരം സച്ചി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണിക്കുകയാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ വീട്ടുകാർ പോലും എന്നെ വിശ്വസിച്ചില്ല, എൻ്റെ ഭാര്യ പക്ഷേ എന്നെ വിശ്വസിച്ചു. അവൾ ചെന്ന് ആ ബാറിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അതാണ് ഈ കൂടെ കാണിക്കുന്നത്. അതിൽ എനിക്കെതിരെ വീഡിയോ പിടിക്കുന്ന ഒരാളെയും കാണാൻ പറ്റും, അത് ഞങ്ങളുടെ ശത്രു പക്ഷത്തുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുകയാണ്. അത് കണ്ടു കഴിയുമ്പോൾ രവിയേട്ടൻ അങ്ങ് വല്ലാതാകുകയാണ്. ഭയങ്കര വിഷമമൊക്കെ തോന്നിയിട്ട് ഇങ്ങനെ റോഡിന് നടുക്കേക്ക് അങ്ങ് കയറി നിൽക്കുക. അപ്പം വരുന്ന വണ്ടിക്കാരൊക്കെ വഴക്ക് പറയുന്നുണ്ട്, എന്താ റോഡിന് നടുക്ക് നിൽക്കുന്നതൊക്കെ ചോദിച്ച്. പിന്നീട് കാണിക്കുന്നത് രേവതിയും ശ്രീകാന്തും സച്ചിയും കൂടെ പോലീസ് സ്റ്റേഷനിലെത്തുകയാണ്. അപ്പം പോലീസ് സ്റ്റേഷനകത്തോട്ട് കയറി പോകാൻ സച്ചിക്ക് ഭയങ്കര മടിയാണ്. അതിന് മുമ്പ് ചെന്നപ്പോൾ തന്നെയൊക്കെ അവരോരോന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തില്ലേ. അന്നേരം ഞാൻ കയറി വരുന്നില്ല, എന്തിനായിരിക്കും സാർ വിളിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി. അതെന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആയിരിക്കും, നമ്മുടെ വണ്ടി തന്നു വിടാൻ വേണ്ടി ആയിരിക്കും സച്ചിയേട്ടൻ നമുക്ക് സാറിനെ കാണാമെന്ന് പറഞ്ഞ് ഇവർ പോലീസ് സ്റ്റേഷനകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേന് ആ SI വിളിക്കുന്നുണ്ട്, വാ സച്ചി വന്നിരിക്കുന്നൊക്കെ പറയും. അപ്പോൾ ഇവർക്ക് അങ്ങ് അത്ഭുതമാകുന്നുണ്ട്. അതിന് മുമ്പ് ചെന്നപ്പോഴത്തേന് ഭയങ്കരമായിട്ട് ചൂടായതല്ലായിരുന്നോ സാർ? എന്നിട്ട് പറയും, ഞാൻ വീഡിയോ കണ്ടായിരുന്നു, സത്യാവസ്ഥ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്നും അന്വേഷിക്കാൻ പറ്റിയില്ല, ആ വീഡിയോ കണ്ടപ്പം തന്നെ ഞങ്ങളങ്ങ് ആക്ഷൻ എടുത്തു, വണ്ടി പിടിച്ചെടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയും. സാറ് ഇനിയെങ്കിലും അങ്ങനെയൊന്നും ചെയ്യരുത്, ബാക്കിയുള്ളവരുടെ മാനസികാവസ്ഥ ഒന്നും മനസ്സിലാക്കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. അത് ശരിയാണ്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് പറയും, എന്തായാലും നിങ്ങളുടെ ഭാര്യ ഇങ്ങനൊരു വലിയ കാര്യം ചെയ്തത് കൊണ്ട് നിനക്കിപ്പം രക്ഷപ്പെടാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, ബാറിൽ ചെന്ന് ഇങ്ങനെ ഒരു CCTV ദൃശ്യം ചോദിക്കാനൊന്നും പേടി തോന്നിയില്ലെന്ന്. എൻ്റെ ഭർത്താവിനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, എൻ്റെ സച്ചിയേട്ടൻ്റെ കാറും ജീവിതവും അത് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ സാറേ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. അത് കേൾക്കുമ്പോഴത്തേന് SI പറയും, എന്തായാലും സച്ചി നീ ഭാഗ്യവാനാണ്, ഇതുപോലൊരു ഭാര്യയെ കിട്ടിയത് തന്നെ നീ മുൻ ജന്മത്തിൽ ചെയ്ത എന്തോ പുണ്യത്തിൻ്റെ ഫലമായിരിക്കും നീ വീഡിയോ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ്, നിൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഭാര്യയെ നിനക്ക് കിട്ടിയതെന്നും പറയും. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഓരോ വീട്ടിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഭർത്താവ് വഴക്ക് പറഞ്ഞു, ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഭാര്യമാർ പിറ്റേ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വരുന്ന കാലത്താണ് താൻ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ CCTV ദൃശ്യമൊക്കെ തപ്പി തന്നെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിയ ഒരു ഭാര്യ, അത് തൻ്റെ ഭാഗ്യം തന്നെയാകട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേന് സച്ചിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്, ശ്രീകാന്തിന് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് അപ്പം ചോദിക്കും, ഇനി ഞങ്ങളുടെ കാറ് കൊണ്ടുപോയിക്കൂടെ എന്ന്. അതിനെന്താ കാറ് കൊണ്ടുപോകുക, ഇനി ആ കാർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമാകും എന്നൊക്കെ പറയുന്നുണ്ട്. ആൻ്റണിയെ വിളിച്ച് അങ്ങോട്ട് കയറ്റുന്നുണ്ട് SI. അന്നേരത്തേന് ആൻ്റണിയെ കണ്ടു കഴിയുമ്പോൾ ഇവർക്കെല്ലാം അങ്ങ് ദേഷ്യം വരുവാണ്. അന്നേരം ആൻ്റണി പക്ഷേ കൂളായിട്ട് അങ്ങ് നിൽക്കും. താൻ ഇങ്ങനത്തെ പണി കാണിച്ചുകൊണ്ടല്ലേടോ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഇവർക്കുണ്ടായെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ സച്ചി പറയും, ഞങ്ങളോട് മുൻ വൈരാഗ്യം ഉള്ളവനാണ് ഇവൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ലായിരുന്നു. ഉടനെ ആൻ്റണി പറയും, താനിങ്ങനെ വിചാരിച്ചില്ലെന്ന്, തന്നെയൊക്കെ ജയിലിലോട്ട് കൊണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല സച്ചി, നമുക്കിപ്പം കേസൊന്നും ആക്കണ്ട, തൽക്കാലം അത് കോംപ്രമൈസിൽ പോകാം, 1 ലക്ഷം രൂപ ഞാൻ ഇവൻ്റെ ഇത് മേടിച്ച് തരാമെന്ന് പറയും. എൻ്റെ സാറേ, എനിക്ക് ഇവൻ്റെ പിടിച്ചു പറിച്ചും കട്ടും മോഷ്ടിച്ചൊന്നും മേടിക്കുന്ന കാശ് വേണ്ട, ഇവനെതിരെ കേസെടുക്കണം, ഞങ്ങൾക്ക് പരാതിയുണ്ട്, പരാതി എഴുതി തരാമെന്ന് പറഞ്ഞ് സച്ചി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരത്തേനും ഉടനെ SI പറയും, ഇവനെതിരെ FIR തയ്യാറാക്കിയിട്ട് ലോക്കപ്പിൽ അടച്ചേക്കാൻ. അത് കേൾക്കുമ്പോഴത്തേന് ഇവർ പുറത്തേക്ക് വരികയാണ്. ഇവരുടെ വണ്ടിയുടെ ചാവി മേടിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ആൻ്റണി ഇങ്ങനെ പുറത്തേക്ക് വരും. ആൻ്റണി ഇങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേന് രേവതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. സച്ചിയോട് പറയുന്നുണ്ട്, ഇവനെ എന്തെല്ലാം പരിപാടി
ഒളിപ്പിച്ച് വെച്ചിട്ടും ഇവൻ എന്തൊരു അഭിനയമായിരുന്നു എൻ്റെ മുമ്പിൽ അഭിനയിച്ചത്. ഇവൻ പുറത്തെങ്ങാനും ആയിരുന്നെങ്കിൽ സച്ചിയേട്ടനോട് ഞാൻ പറഞ്ഞ് ഇവനെ 4 എണ്ണം കുടിപ്പിച്ചേനെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ അവനിട്ട് 4 എണ്ണം കൊടുക്കണമെന്ന്? അണ്ണ പറയും ഉണ്ടെന്ന് പറയും. എന്നാൽ പിന്നെ എൻ്റെ ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ആഗ്രഹം സാധിച്ചു തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആൻ്റണിയുടെ അടുത്ത് ചെന്നിട്ട് ആൻ്റണിയെ പിടിച്ച് നിർത്തി 5-6 എണ്ണം അങ്ങ് കൊടുക്കുകയാണ്. അപ്പോഴത്തേനും പോലീസുകാരെല്ലാം ഓടി വന്നിട്ട് അയ്യോ സച്ചി എന്നെ ചെയ്യുന്ന മാറെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് മാറ്റും. അന്നേരത്തേനുടനെ എസ്ഐയും ചോദിക്കുന്നുണ്ട്, ഇതെന്താ പോലീസ് സ്റ്റേഷനിലെ താൻ എന്തായി ചെയ്തതെന്ന്? എൻ്റെ സാറേ, എൻ്റെ ഭാര്യ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനത് എവിടാന്നൊന്നും നോക്കത്തില്ല, അത് സാധിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന്. തൻ്റെ ഒരു ഭാര്യയെ അവളുടെ ഒരു ആഗ്രഹം എന്നൊക്കെ പറയും. സോറി സാറേ, ഞങ്ങളെന്നാൽ പോയേക്കാന്ന് പറഞ്ഞ് ഇവരങ്ങ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പുറത്ത് ആ സമയത്ത് ശരത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു ആൻ്റണിയെ കാണാനായിട്ട്. അപ്പോൾ രേവതിക്ക് ശരത്തിനെ കണ്ടു കഴിയുമ്പോൾ ശരിക്കും ദേഷ്യം വരും. അന്നേരം രേവതി വിളിച്ച് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടെ വന്നത്? ആ തെമ്മാടിയെ കാണാനാണോ എന്ന് ചോദിക്കും. നിന്നോട് പല പ്രാവശ്യം എല്ലാവരും പറഞ്ഞില്ലേ അവനെ കാണരുത്, അവനുമായിട്ട് കൂട്ടുകൂടരുതെന്ന്. ഇപ്പോൾ അവൻ വീണ്ടും ജയിലിൽ പോവുക, അതുപോലെ തന്നെ നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെ ജയിലിലൊക്കെ പോകേണ്ടി വരും എന്നൊക്കെ പറയും. അപ്പോഴത്തേനൊന്നും സച്ചി ഒന്നും മിണ്ടുന്നേ ഇല്ല. ശരത്ത് ഇങ്ങനെ ഏറുകണ്ടിട്ട് നോക്കുന്നുണ്ട് സച്ചിക്കിട്ട്. സച്ചിയും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. അന്നേരം ശ്രീകാന്തും പറയും, എടാ നീ ചെറുപ്പമല്ലേ, നീ പഠിക്കുന്ന കുട്ടിയല്ലേ, ഇപ്പം നീ അവൻ്റെ പുറകെയൊക്കെ നടന്ന് വെറുതെ പ്രശ്നത്തിൽ ഇടപെടരുതെന്നൊക്കെ പറയും. അപ്പോൾ സച്ചിയും പറയും, രേവതി നീ ഇങ്ങോട്ട് വാ, ഇനിയൊന്നും പറയണ്ട, നമുക്ക് പോകാമെന്നൊക്കെ പറയും. അപ്പോഴത്തേന് രേവതി പറയും, ഇനി നിന്നെ അവൻ്റെ കൂടെ കണ്ടുപോയേക്കരുത്, കണ്ടാൽ ഇദ്ദേഹത്തെ കൊണ്ട് നിൻ്റെ മറ്റേ കൈയും കൊണ്ട് ഞാൻ തല്ലി ഒടിപ്പിക്കും കേട്ടോടാ എന്ന് പറഞ്ഞിട്ടാണ് രേവതി ഇവരുടെ കൂടെ ഇറങ്ങിപ്പോരുന്നത്. ഈ സമയം രവിയേട്ടൻ വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ വന്നിങ്ങനെ സങ്കടപ്പെട്ട് നിന്നിട്ട് ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രമതി ഉടനെ ഓടിപ്പടച്ച് വരും. എന്നിട്ട് ചോദിക്കും, ഞാൻ വീടിനകത്തുണ്ടല്ലോ, പിന്നെ ഇതിനെ ഈ കിടന്ന് അലറി വിളിക്കുന്നത്? ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യുന്നു ചോദിക്കും. അവരെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയും. എന്നാൽ എല്ലാവരെയും വിളിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അന്നേരം ശ്രുതിയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. വർഷയും അങ്ങ് വരും. എന്നിട്ട് പറയും, നിങ്ങളെല്ലാവരും കൂടി ഒരു നിരപരാധിയെ കുറ്റവാളിയാക്കി, ആ കൂട്ടത്തിൽ ഞാനും കൂടി, അതിലെനിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. അവൻ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കാൻ ശ്രമിച്ചില്ല, നിങ്ങളുടെ എല്ലാം വാക്കുകളെ ഞാൻ വിശ്വസിച്ചു എന്നൊക്കെ പറയാം. അന്നേരത്തേന് ഉടനെ ചന്ദ്രമതി ചോദിക്കും, ആരുടെ കാര്യമാണ് പറയുന്നത്, എന്താ നിങ്ങളിങ്ങനെ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് വർഷയും വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിള് ഉദ്ദേശിക്കുന്നത്, ആരെക്കുറിച്ചായി പറയുന്നത്? എന്തായാലും അവനെ ഈ വീട്ടിൽ ആരും വിശ്വസിച്ചില്ല, പക്ഷെ അവൻ്റെ പെണ്ണ് വിശ്വസിച്ചു, അവൾ നേര് കണ്ടെത്തി അവനെ രക്ഷിച്ചെടുക്കുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് ദേഷ്യം വരും. ഇത് ആരുടെ കാര്യം പറയുന്നൊക്കെ ഓർത്തിട്ട്. എന്നിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് ശ്രുതിയോട്, ഈ ഫോണിലൊരു വീഡിയോ ഉണ്ട്, അത് നീ തന്നെ ടി വിയിലിട്ട് എല്ലാവരെയും കാണിക്കണമെന്ന് പറയും. അത് പിന്നെ ഞാനോ എന്നൊക്കെ ചെയ്യും, കൊണ്ടിടറാന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ചന്ദ്രമതിയോട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി കാര്യമെന്ന്? എനിക്കറിയത്തില്ല, നിനക്കറിയത്തില്ലല്ലോ, അവിടെ വാ നമുക്ക് അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരെ ടി വി വെക്കുകയാണ്. അപ്പം സച്ചി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണിക്കുകയാണ്. തെറ്റൊന്നും ചെയ്തിട്ടില്ല, ആരും എന്നെ വിശ്വസിച്ചില്ല, എൻ്റെ വീട്ടിലുള്ളവർ വരെ എന്നെ കുറ്റപ്പെടുത്തി, ആരും എൻ്റെ ഒപ്പം നിന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ രവീന്ദ്രന് ഒരുപാട് സങ്കടമാകുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. ഇങ്ങനെ രവീന്ദ്രൻ്റെ ഈ മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.